വേദപുസ്തകം പഠിക്കുമ്പോൾ യാക്കോബ് ഒന്നിൽ കൂടുതലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് കർത്താവിൻ്റെ സഹോദരനാകുന്ന യാക്കോബ്. വേദപഠിതാക്കളിൽ ചിലര് പറയുന്നത് റോമാലേഖനവും യാക്കോബിൻ്റെ ലേഖനവും സമാന്തരമായ രണ്ട് രേഖ പോലാന്ന്. വേറൊരാൾ എന്നെ പഠിപ്പിച്ച് പറഞ്ഞ് ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലാണ് റോമാലേഖനവും യാക്കോബിൻ്റെ ലേഖനവും. കാരണം രണ്ട് ലേഖനത്തിലും ലേഖനകർത്താക്കൾ രണ്ട് വിഷയം സ്ഥാപിക്കുക. നമുക്കറിയാം, റോമാലേഖനത്തിൽ വിശ്വാസത്താൽ നീതീകരണം, പഴയ നിയമ പ്രവചന പുസ്തകത്തിലെ വാക്യ സൂക്തമെടുത്ത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അതിനെ കോട്ട് ചെയ്ത് പൗലോസ് അരക്കിട്ടുറപ്പിക്കുന്ന ഭാഗമാണ് റോമാലേഖനം. എന്നാൽ യാക്കോബ് ഇതിനെ കണ്ണിക്കുന്നില്ല. യാക്കോബ് പ്രവർത്തിക്ക് ഊന്നൽ കൊടുക്കുക. തോമസുട്ടിച്ചാനൊക്കെ ദൈവവചനം പഠിപ്പിക്കുന്ന, അതുകൊണ്ട് കാലപ്പഴക്കം നോക്കിയാൽ എനിക്ക് തോന്നുന്നത് റോമാലേഖനത്തിലും മുമ്പ് എഴുതിയത് യാക്കോബിൻ്റെ ലേഖനമാണ്, അല്ലയോ? അപ്പം പൗലോസിനെ വെട്ടിയതൊന്നുമല്ല. ചില ആൾക്കാർ പറഞ്ഞ പൗലോസിനെ യാക്കോബ് വെട്ടിയെന്ന, കാരണം പൗലോസ് ഇത് എഴുതുന്നതിന് മുന്നേ യാക്കോബ് ഇത് എഴുതി. അപ്പോൾ റോമാലേഖനത്തെക്കാളും പഴക്കം യാക്കോബിൻ്റെ ലേഖനമാണ്. പൗലോസ് റോമാലേഖനം എഴുതിയതിന് ശേഷം യാക്കോബ് ഇത് എഴുതിയെങ്കിൽ നമുക്ക് ചിന്തിക്കാം പൗലോസിനോട്ടൊരു നാടൻ ഭാഷ പറഞ്ഞ ഒരു കീച്ച് കൊടുത്തതാ, അല്ല. അപ്പോൾ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുക യാക്കോബ്. റാഹാബിൻ്റെ വിഷയങ്ങളുമൊക്കെ അബ്രഹാമിൻ്റെ വിഷയങ്ങളെല്ലാം എടുത്ത് തെളിയിച്ചു. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അറിയാമല്ലോ. അപ്പോൾ വേദപഠിതാക്കളിൽ ചിലർ പറയുന്നത് യാക്കോബ് രക്ഷയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ലെന്നാ ചിലരുടെ വാദം. എന്നാൽ യാക്കോബിൻ്റെ ലേഖനം സൂക്ഷ്മമായി പഠിച്ചാൽ വളരെ പ്രാധാന്യം കൊടുക്കുന്നയാളാ രക്ഷയ്ക്ക്. അത് നമുക്കറിയാം, 3 വിധത്തിലുള്ള രക്ഷ യാക്കോബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ, 3 ദേഹരക്ഷ. വായിച്ചേ, 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യവും 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യവും 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവെടുത്തും പെട്ടെന്ന് വായിച്ച് സഹായിക്കണം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ മതി. അപ്പോൾ ആത്മരക്ഷ 5:19. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന പ്രാണരക്ഷ. ഇത് രണ്ടും കൊണ്ട് ഒക്കത്തില്ലല്ലോ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ. ദേഹരക്ഷ ആവശ്യമാണ്. അതാ 2:16. സമാധാനത്തോടെ പോയി തീ കായുകയും. ഒരുത്തനെ പ്രയാസപ്പെട്ട് ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ വരുമ്പോ അവന് തണുപ്പടിച്ച് വരിക, തീ കാഞ്ഞു എന്നാന്നോ പറയുന്നത്. അടുത്ത വാക്യം, വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ. അപ്പൊ അവന് വിശപ്പിന് കൊടുക്കണം, അവന്റെ ദുഃഖം മാറ്റി കൊടുക്കണം. ഇത് കൊടുക്കാതെ കണ്ട് ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ. ദേഹരക്ഷ, അപ്പം ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കണം. ദേഹരക്ഷയ്ക്കും പ്രാധാന്യമാണ്. ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ 3 രക്ഷയും കരസ്ഥമാക്കണം. രക്ഷയ്ക്കകത്ത് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ആത്മരക്ഷ മാത്രമല്ല, അതിനകത്ത് ദേഹരക്ഷയുണ്ട്. പക്ഷെ നമ്മള് എല്ലാത്തിനും ഓർഡർ തെറ്റിച്ചാന്നല്ലോ നമ്മുടെ പരിപാടിയല്ല. എല്ലാം ഓർഡർ തെറ്റിച്ച. ഓർഡർ പൗലോസ് കൊടുത്തിട്ടുണ്ട്. 5:23 തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 23. അത് ഓർഡറാ. വായിച്ചേ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ എന്തുവാണ് അടുത്ത വാക്യത്തിൽ? മുഴുവൻ ഒരു പൂർണ്ണത. മുഴുവൻ എന്തുവാണ്? മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അടുത്തത്, ആത്മാവും പ്രാണനും ദേഹവും. ഇതാ ഓർഡർ. അതുകൊണ്ടാണ് ഞാൻ യാക്കോബിന്റെ ലേഖനത്തിൽ ഓർഡർ വായിപ്പിച്ചത്. അധ്യായം അനുസരിച്ച് വായിപ്പിച്ചെങ്കിൽ 1-ാം അധ്യായവും 2-ാം അധ്യായവും 5-ാം അധ്യായവും വായിക്കണം. അറിയാമല്ലോ, ഞാൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5:23 അടിസ്ഥാനത്തിൽ ഓർഡർ പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഓർഡർ! അപ്പോൾ ദൈവം വച്ചിരിക്കുന്ന ഓർഡർ ഇതാ: ആത്മാവ്, പ്രാണൻ, ദേഹം. ഇതാ ഓർഡർ. അല്ല, എല്ലാത്തിനും ഓർഡറുണ്ട്. ഈ ഓർഡർ തെറ്റിക്കുമ്പോഴാണ് പ്രശ്നം.
ഈ ദൈവമെല്ലാം ഓർഡറിലാണ് ചെയ്തേക്കുന്നത്. അതിലെ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം. ഓർഡറാ. വലിച്ചു വാരി സൃഷ്ടിക്കുകയായിരുന്നോ? അല്ല, എല്ലാം. അത് പണ്ട് നിങ്ങൾക്കറിയാമല്ലോ, EC ജോർജ് അപ്പച്ചൻ പറയുമായിരുന്നു, എല്ലാം അതിൻ്റെ ഓർഡറില്ല. അങ്ങനെയുള്ളവരിപ്പം വളരെ വിരളമാ. എല്ലാം അതിൻ്റെ ഓർഡറിലായിരിക്കണം. യോഗം നടത്തുമ്പോഴും യോഗത്തിന് ഇരിക്കുമ്പോഴും ഏത് കാര്യവും ദൈവം അതെല്ലാം നല്ല ഓർഡറിലാണ് ചെയ്തേക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശുശ്രൂഷയുടെ വിധങ്ങളെ പറ്റി പൗലോസെ കൊടുത്തിരിക്കുന്നതും ഉചിതമായിട്ടും ക്രമമായും ഡീസന്റ്ലി ആൻഡ് ഓർഡർലി. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ തോമസ് കുട്ടിച്ച? എല്ലാം അതിൻ്റെ ആ ഓർഡർ വേണം പോകാൻ. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ ദൈവം എല്ലാത്തിനും ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നിലയിൽ പോയില്ലേലായി പ്രശ്നം. അപ്പോൾ ഒരു മനുഷ്യനെ മുഴുവനുമായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ ആത്മാവ്, പ്രാണൻ, ദേഹം. അത് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിനിയമാമ്പളം വെളിപ്പെടുമെന്നും കാക്കപ്പെടുമാറാകട്ടെ. അല്ല, കുടുംബജീവിതത്തിന് ദൈവം ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തിന് അതിന് ഓർഡർ കർത്താവ് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും, ഈ ഏരിയയിലെങ്ങും കല്യാണം ഇല്ലയോ? ഇത് വായിപ്പിക്കുന്നതല്ലയോ? വായിപ്പിക്കുന്നത്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. പിന്നെ ഇരുവരും, ഇതാ ഓർഡർ, വിടുക, പറ്റിച്ചേരുക, ഒരു ദേഹമാകുക. ദൈവം വെച്ച ഓർഡറാണ്. എല്ലാം ഇപ്പം വിവാഹമോചനമാണ്. എന്നാ ഓർഡർ തെറ്റി? പാശ്ചാത്യ നാടുകളിലായിരുന്നു ഇത് പണ്ട്. ഇപ്പൊ അവിടെ അധികം ഇല്ല. അവിടെ ഇല്ല. അവിടെ ഇല്ലാത്ത എന്നാന്ന് വെച്ചാൽ കല്യാണം നടക്കുന്നില്ല. കൊച്ചുങ്ങളാരും ഇല്ല, പിള്ളേരെവിടെ ഇല്ലേ? അവരുടെ കാര്യമല്ലേ പറഞ്ഞേ. അവിടുത്തെ മിക്ക പിള്ളേരും ഇപ്പം കല്യാണം, അതുകൊണ്ട് അവിടെ ഡിവോഴ്സ് കേസ് ഇല്ല. അതാ അവിടെ കുറഞ്ഞു. പക്ഷെ നമ്മുടെ ഇവിടെ കൂടി. അതിനാ കൂടാൻ കാര്യം ഓർഡർ തെറ്റി. ദൈവം വച്ചിരിക്കുന്ന ഓർഡർ വിടുക, പറ്റിച്ചേരുക, ഒരു ദേഹമാകുക. ഇത് നേരെ ആദ്യം ഒരു ദേഹമായിട്ട് അങ്ങ് നടക്കും. ബീച്ചിലും വേണ്ടാത്തടത്തും ചെടിയുടെ കീഴേയും ഒന്നും അറിയാൻ മേല. പഠിക്കാനൊക്കെ വിടുമ്പോഴേ ഇതിലേക്ക് പോകുമ്പോഴേ അങ്ങ് പോവുക. ഞെട്ടിക്കുന്ന വാർത്തയാ. റൂം എടുത്ത് വരാ താമസിക്കുന്ന പഠിക്കാൻ പോകുന്നവരെ. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഫീസിന്റെ പേര് പറഞ്ഞ് മാതാപിതാക്കളുടെ കാശ് ചോദിക്ക്, നിങ്ങൾ എങ്ങനെയാലും രക്ഷപ്പെട്ടെന്നോർത്ത് കള്ളക്കടം മേടിച്ച് കൊടുക്കുക. എല്ലാവരുമല്ല, നല്ല കുഞ്ഞുങ്ങളുണ്ട്. തെറ്റിപ്പോകുന്നവരെ ശപിക്കരുത്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ ചതിക്കപ്പെടാതിരിക്കുവാൻ, നശിച്ചു പോകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പേര് വന്ന് ഞാൻ പറയുന്നില്ല, 2 പേര് ഒന്നിച്ച് 3 കൊല്ലം ജീവിച്ചു. പഠിക്കാൻ വിട്ടനാ. എവിടാന്നോ എന്തുവാന്നോ ഒന്നും പറയത്തില്ല. 3 കൊല്ലം അവര് വെളി റൂം എടുത്തന്നെ പഠിക്കാൻ വിട്ടനാ. അവനും അവളും വീട്ടുകാരിതൊന്നും അറിയുന്നുമില്ല. ഞാൻ ദൃഷ്ടാന്തമായിട്ട് ഒരു സംഭവമാണ്. നാളുകൾ കഴിഞ്ഞു, പഠിത്തമെല്ലാം കഴിഞ്ഞ് എല്ലാം പഠിച്ചു. പഠിത്തമെല്ലാം കഴിഞ്ഞ് വന്നപ്പം പെണ്ണിന് കല്യാണം കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു ഒക്കത്തില്ല ഇനി. അപ്പം ചെറുക്കൻ പെന്തിക്കോസ, പെണ്ണ് വേറൊരു വിഭാഗത്തില്ല. പ്രശ്നമായി. അപ്പൊ ചെറുക്കന് നല്ല ആലോചന വന്നു. അമേരിക്കന്നും കാനഡയൊന്നുമല്ല. അപ്പൊ യവൻ ന്യൂട്രല് അവളെ തട്ടിയേച്ച്, നാടൻ ഭാഷ പറഞ്ഞ പുളുങ്കൊപ്പ കയറി പിടിക്കാനില്ലെങ്കിൽ. അപ്പൊ അവള് പറഞ്ഞു, നീ എന്നെ കൂടാതെങ്ങാനും 3 കൊല്ലം എൻ്റെ കൂടെ നീ ജീവിച്ചതാ. എന്നെ കൂടാതെ നീ കല്യാണം കഴിച്ച നിന്റെ തന്തയുടെയും പേര് എഴുതി വെച്ചു ഞാൻ തൂങ്ങിച്ചാകുമെന്ന് പറച്ചു.
അവസാനം കല്യാണം നടത്താതിരിക്കാൻ പറ്റുമോ? പിറ്റേന്ന് കല്യാണത്തിന്റെ തലേന്ന് അവളെ എങ്ങാണ്ട് കൊണ്ട് കുളത്തിനകത്ത് മുക്കി, കോഴിയെ മുക്കും പോലെ. ഓ, മുക്കിയെന്ന് സ്നാനമെന്നൊന്നും പറയാനൊക്കത്തില്ല. അവളെ കൊണ്ട് മുക്കിയെന്ന് അതാണോ സ്നാനം? മുക്കി, സ്നാനം വേറെ. കല്യാണം നടത്താൻ സെൻട്രൽ പാസ്റ്ററെ വിളിച്ചു. അയാളോടെന്നാ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ, പരിവക്കേടാന്ന്. ഇവർക്ക് ഇച്ചിരി കാശുള്ളത് കൊണ്ട് അയാൾ ഉടനെ ഇളകി. അയാൾ പറഞ്ഞു, വാത്സല്യ മകനെ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളം തുടിക്കുന്നു. പിന്നെ അയാൾക്ക് ഭയങ്കര തുടിപ്പാ, കാരണം കൊടുത്തു നന്നായിട്ട്. അതല്ല രസകരം, അതല്ല. പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, ഈ വാത്സല്യ മകളെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിശ്വാസത്തിന് വേണ്ടി ഏകയായിട്ട് ആ വീട്ടിൽ നിന്ന് കൊച്ചുങ്ങൾ അവിടെ 100 ചിരിച്ചിരിക്കുക. ദൈവമേ, വിഡ്ഢി ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്ന്. ഉള്ള കാര്യമാ. പേരും സ്ഥലവും ഒന്നും പറയത്തില്ല. വെറുതെ എന്തിനാ? ഉണ്ടെന്ന്. ഞായറാഴ്ച അവള് പിന്നെ സഭയെ വന്ന അവള് ആഭരണമെല്ലാം ഇട്ടുകൊണ്ട് വന്ന് പറഞ്ഞു, എടി മോളെ, ഇത് ചുണയുണ്ട് എന്നെ കൊണ്ട് നൂരിക്കാനെന്ന്. കുറ്റമല്ലേ പറയാനെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും എല്ലാം പറയാം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവകൃപയെ ജീവിച്ചോണം. ചതിക്കപ്പെട്ടു പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ആമേൻ. ദുഷ്ടന്റെ പിടിയിലൊന്നും അകപ്പെട്ടു പോകരുത്. മാതാപിതാക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങൾ നശിച്ചു പോകരുത്. അവർ മടങ്ങി വരട്ടെ, അവർ ദൈവത്തെ അറിയട്ടെ, ദൈവത്തെ ഭജിക്കട്ടെ. എന്താ കാരണം? ദൈവം വെച്ച് ഓർഡർ തെറ്റിച്ചു. എന്തുവാ ദൈവം വെച്ച ഓർഡർ? ആദ്യം വിടുക, പറ്റിച്ചേരുക, പിന്നെ ഒന്നാകുക. ഇതിപ്പോ നടന്നു വരുന്ന ആദ്യം ഒന്നാകുക, എന്നുവെച്ച് പിന്നെ പറ്റിച്ചേരും. ഒന്നായി നോക്കും, പറ്റിച്ചേരും, ഒക്കുന്നില്ലെന്ന് കണ്ട പിന്നെ നോക്കുന്ന ഉടനെ അങ്ങ് വിടുകല്ലേ. ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ മാറ്റരുത്. അതങ്ങനെ വേറൊരു വിഷയം. നമുക്ക് നമ്മളെടുത്ത ഭാഗത്തേക്ക് വരാം. അപ്പൊ ആത്മാവ്, പ്രാണൻ, ദേഹം. 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ, 3 ദേഹരക്ഷ. അപ്പൊ തുടക്കം ആത്മരക്ഷയാ, അതിനാ പ്രാധാന്യം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവർത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാര്യ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, മാമൂല് കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയില്ല. രക്ഷിക്കപ്പെടാൻ ഒറ്റ വഴി, ഒറ്റ മാർഗം, ഒരേ ഒരു വ്യക്തി, നസറയനാകുന്ന യേശുക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. 5 പൈസ മുടക്കാതെ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് രക്ഷാനിർണയം പ്രാപിച്ചു വേണം ഇവിടുന്ന് കടന്നു പോകാൻ. സ്തോത്രം. ഒരു മാനസാന്തരം ഉണ്ടാകണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആത്മരക്ഷ. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, പണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ കടമെടുത്ത് പറയുക, നമ്മളെല്ലാം ആത്മരക്ഷയല്ല തുടങ്ങിയത്. പക്ഷെ ഇപ്പം 10, 30, 40, 50 കൊല്ലമായപ്പോൾ ദേഹരക്ഷയല്ല ഇപ്പം വന്ന് നിൽക്കുന്നത്. എല്ലാവരും അങ്ങനെ. ഒരു 99 ആത്മരക്ഷ തുടങ്ങിയതാ. ഇറക്കമൊക്കെ ആത്മരക്ഷയിലായിരുന്നു. അതിലെ ചില പറഞ്ഞു, അയ്യോ, ഞാൻ കിഴക്കേത്തെരുവിൽ നിന്ന് ഇറങ്ങിയപ്പം നല്ല ഇറക്കവാ, ആത്മരക്ഷയിലാ ഇറങ്ങിയത്. ഇപ്പോൾ 25, 30 കൊല്ലമായപ്പോൾ ദേഹരക്ഷയിലാ വന്ന്. ആത്മരക്ഷ തുടങ്ങിയപ്പോൾ അന്ന് സമയം വിഷയമല്ല, ഭക്ഷണം വിഷയമല്ല, കിടക്കുന്നത് വിഷയമല്ല, യാത്ര ചെയ്യുന്ന വണ്ടി വേണ്ട, വാച്ച് വേണ്ട, കൂട്ട് വേണ്ട, ടോർച്ച് വേണ്ട, ചപ്പല് വേണ്ട, മാച്ച് ചെയ്യുന്ന ഒന്നും വേണ്ട, പെർഫ്യൂം വേണ്ട. ചില ആൾക്കാർ ഞാൻ ഇന്നത് യൂസ്, എന്തുവാ അതിന് പറയുന്നത്, ഇന്ന കമ്പനി അല്ലല്ലോ, അതിന് വേറെ പേര് പറയുമല്ലോ, ഇതിൻ്റെ ബ്രാൻഡ്. എനിക്ക് ഇംഗ്ലീഷ് വശമില്ല. ഞാൻ ഇന്ന ബ്രാൻഡ്, ആ ബ്രാൻഡ് കിട്ടി അടിച്ചെങ്കിലേ പുള്ളി വെളിയിൽ ഇറങ്ങുവോളന്ന്. ഇപ്പം പണ്ട് കുട്ടിക്കൂറ എടുത്ത് മൊത്തം തൂത്തുവാരി നടന്നവനാ. ഇപ്പോഴത് തൂക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, സാഹചര്യം അനുസരിച്ച് പൊക്കോ. പക്ഷേ അന്ന് ഇതൊന്നും വിഷയമല്ല. വണ്ടിയൊന്നും വിഷയമല്ല, വാഹനം വിഷയമല്ല, ഭക്ഷണം വിഷയമല്ല, യോഗവൽപ്പം മുമ്പോട്ട് പോയ വിഷയമല്ല, നടക്കുന്ന വിഷയമല്ല, ഇതൊന്നും. അന്നത്തെ ഏറ്റവും വലിയ വിഷയം ആത്മീക വിഷയമാണ്. അത് തുടക്കത്തിൽ
പക്ഷേ ആമൻ ദൈവം ആ സ്ഥിതിക്കെല്ലാം മാറ്റം വരുത്തി. നന്മ തന്നു, വണ്ടി തന്നു, വീട് തന്നു, ജോലി തന്നു, കുഞ്ഞുങ്ങളെ പല രാജ്യങ്ങളിൽ അയച്ചു. ഭൗതിക ആമൻ സ്ഥിതികൾക്കെല്ലാം ദൈവം മാറ്റം വരുത്തി. ഇതെല്ലാം വന്ന് ശുശ്രൂഷയിലുമൊക്കെ മെച്ചോ മേന്മയും നന്മയൊക്കെ തന്നു. ഇപ്പം വന്ന് ദേഹരക്ഷയിലാ നിർത്തിയേക്കുന്നത്. അതിന് ഒന്ന് രണ്ട് ഉദാഹരണം. എല്ലാവരും കൈ അടിക്കുമ്പോൾ അടിക്കുക ഇങ്ങനെ ഇരിക്കും. അതിന് ഡോക്ടർ പറഞ്ഞു അധികം ദേഹരക്ഷയാ, സ്ട്രെയിൻ ചെയ്ത് അതാ. ഈയിടെ ഞങ്ങളുടെ സഭയിലെ ഒരു കർത്തദാസൻ വന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. ഒരു ഡോക്ടർ, നല്ല വലിയ ഉന്നതമായ ഒരു ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, പണ്ട് ഈ വീട്ടിലെ നമ്മൾ അമ്മ ഉമി കരിച്ച് ചിലപ്പോൾ ഉപ്പുമൊക്കെ ചേർത്ത് 2 കുരുമുളകുമൊക്കെ ചേർത്ത് ഈ തേങ്ങായുടെ കണ്ണൻ തേങ്ങായുടെ കിഴുത്ത ഇട്ടേച്ച് അതിനകത്താ ഉമിക്കരി നിറയ്ക്കുന്നത്. വലിയ ചിരട്ട തേങ്ങയുണ്ട്, അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി തേങ്ങയെല്ലാം എടുത്ത് വെച്ച് അതിങ്ങനെ കിടിച്ച് അതിനകത്താ ഉമിക്കരി. അതാ മുളയുടെ അറ്റത്ത് കൊടുക്ക, അതിനകത്താ ഉമിക്കിരി. നിങ്ങൾക്ക് ആർക്കും, നിങ്ങളെല്ലാം അങ്ങ് ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് വന്നതുകൊണ്ട് അവിടെ കുടുക്കയുണ്ടോ ചിരട്ടയുണ്ടോ ഉള്ളവർ അറിയാം. ഒന്നും അറിയാൻ മേല പാവത്തുണ്ട്. ഉള്ള കുടുക്കകത്ത് കാച്ചിട്ടവർ വരെ ഇതിനകത്തിരിപ്പുണ്ട്. അവസാനം കുലുക്കി വെച്ച് ഇങ്ങനെ നോക്കി ഈർക്കലി കൊണ്ട് ഉണ്ട്. അങ്ങനെ ആരേലും ചെയ്തിട്ടുണ്ട് എന്ന് കൈ പൊക്കിക്കേ. ആണ്ടിരിക്കുന്ന അത്ര എണ്ണം ഇപ്പം പിടി കിട്ടിയല്ലോ. കുടുക്ക വരുന്നില്ല, അതിനാ ഈർക്കലി കൊണ്ട്. അപ്പൊ ഈ കുടുക്കകത്ത് ആ ഉമിക്കിരി, ആ ഉമിക്കരി കൊണ്ട് പല്ല് തേക്കും. ചൂണ്ടുവിരല് വെച്ച് പല്ല് നന്നായിട്ട് തേക്കും. എന്നിട്ട് ഈർക്കലി എടുത്തോണ്ടാ നാക്ക്. അത് പെരക്കാത്തൊന്നും ഇപ്പൊ എല്ലാം പെരക്കാത്താന്നല്ലോ, എല്ലാം പെരക്കാത്ത. അവിടെ നാക്ക് പഠിക്കുന്നു, അപ്പുറം ബാത്റൂമിൽ പോകുന്നു, ഇവിടെ ഇരുന്ന് കഴിക്കുന്നു, എല്ലാം അടുത്തടുത്താ. പണ്ട് അങ്ങനെ ആയിരുന്നു. പണ്ട് പറമ്പിന്റെ മൂലയ്ക്ക, അങ്ങേ മൂലയ്ക്ക ഒന്ന് മറച്ചൊരു പാലത്തടി ഇട്ട്. ഇപ്പൊ എല്ലാം പെരക്കും, എല്ലാം നാക്ക് പഠിക്കുന്നു, ബാത്റൂമിലോട്ട് പോകുന്നു, ഇപ്പറ ഇരുന്ന് കഴിക്കുന്നു, തൊട്ടപ്പറ ഉണ്ടാക്കുന്നു. നിങ്ങൾക്കൊന്നും അറിയാൻ മേല. ആട്ടെ, ഉള്ളതാട്ടെ. അപ്പൊ പണ്ട് നാക്ക് പഠിക്കുമ്പോഴേ ഭയങ്കര ശബ്ദം എടുക്കും ചിലര്, എടുക്കും. അപ്പൊ ആ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞെന്ന്, അത് ഹാർട്ടിന് വളരെ പ്രയോജനമാണ്. ഹാർട്ടിന് അറ്റാക്കും വരാതിരിക്കാൻ വളരെ നല്ലതാ. എന്നാ നമ്മുടെ കൂടെ ഉള്ളത് മിക്കതിനും അറ്റാക്ക്. അനങ്ങുന്നില്ലല്ലോ, മിണ്ടുന്നില്ലല്ലോ. അന്ന് നാക്ക് പഠിക്കുമ്പോഴാ ഉറക്കെ ആയാസം എടുക്കുന്നത്. എടാ, ഇന്ന് യോഗത്തിന് വന്നൊരു 10 ഗ്ലോറി പറയാവോ ഉറക്കെ? ഒരു ഹല്ലേലൂയ അകത്തീന്ന് വരണം. പ്രൈസ് ദി ലോർഡ്. ഒരു 10 ഗ്ലോറിയും 10 ഹല്ലേലൂയായി ഒരു 10 പ്രൈസ് ദി ലോർഡ് ഒക്കെ പറഞ്ഞാൽ ഇത് മാറുവന്ന് ഇത് വന്ന് യോഗത്തിന് വന്ന് ഊമൻ തെറ്റിയിരിക്കുക. എന്ത് ചെയ്താണെങ്കിൽ ഇനി അവസാനം ഒരു 3 ഹല്ലേലൂയായിക്ക് ഇങ്ങനെ പൊക്കാനിരിക്കുക. അത് കഴിയുമ്പോൾ എന്നാ നേരെ പോവുക. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. ആമൻ. ഞാൻ പറഞ്ഞത് ആത്മരക്ഷയില തുടങ്ങിയത്, പക്ഷെ ഇപ്പം വന്ന് ദേഹരക്ഷയില. ഉറക്കെ കൈയടിക്കാനൊക്കെ അതിൽ ശബ്ദം എടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാരണവശാലും ഫാസ്റ്റിങ് എടുക്കരുത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാ. ആണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ലേ 2 ബിസ്ക്കറ്റ് എങ്കിലും. പിന്നെ ദേഹരക്ഷയില. ഇപ്പം സൂക്ഷം 12:40 ആകുമ്പോൾ ഭക്ഷണം ദേഹരക്ഷയാണ്. പിന്നെ രാവിലെ 8 മണിക്കകം ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പിന്നെ വൈകിട്ട് 8 മണിക്കകം ഡിന്നർ. പിന്നെ ഡോക്ടർ പറഞ്ഞു 5 നട്ട്സ്, 5 ബദാം, 5 പിസ്ത, പിന്നെ എല്ലാം 5 എന്നാന്നോ ഒരു അരുതാഴിയ പോലെ. എല്ലാവരുടെയും കാര്യമല്ല. അത് കഴിക്കുന്നതുകൊണ്ട് ഞാൻ എതിരല്ല. കഴിച്ചോ, സാഹചര്യവും സമയമൊക്കെ കൊണ്ട് കഴിച്ചോ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് ആത്മീകത്തിൽ ഇപ്പൊ ഇല്ലല്ലോ. ദേഹരക്ഷയുടെ കാര്യത്തിലല്ലേ ഉള്ളൂ.
ആത്മരക്ഷയിലുണ്ടോ? കൃത്യം 4 എഴുന്നേക്കണം, സ്വോത്ര പ്രാർത്ഥന നടത്തണം. കൃത്യം 5 മണിക്ക് കുടുംബ പ്രാർത്ഥന നടത്തണം. അത് കഴിഞ്ഞ് 1 മണിക്കൂർ വചനം വായിക്കണം. അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കുക. അത് കഴിഞ്ഞ് പ്രവർത്തനങ്ങൾക്ക് പോകുക, അല്ലെ ശുശ്രൂഷ ചെയ്യുക. അത് കഴിഞ്ഞ് സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥന കൃത്യം 7 മണിക്ക് അല്ലെ 6 മണിക്ക്. ഇതിലൊരു യാതൊരു ക്രമോ അല്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ല. ഇല്ല, പൊതുവില്ല, ആരെ ഉദ്ദേശിച്ചല്ല. ഇല്ല, പ്രാർത്ഥന കൃത്യസമയത്ത് ആരംഭിക്കണം, പാട്ട് പഠിക്കണം, വചനം വായിക്കണം, ധ്യാനിക്കണം, വീട്ടിൽ മാസത്തിലൊരു ഉപവാസ പ്രാർത്ഥന വെക്കണം. കോട്ടയം മീറ്റിംഗ് മുടക്കരുത്. ഇത് മിക്കടത്ത് ലേലം വിളിയാ. ആർക്ക് വേണം, ആർക്ക് വേണം. പണ്ടൊരു നാടൻ പാട്ടുണ്ടായിരുന്നു, ആർക്ക് വേട്ടാം, ആർക്ക് വേട്ടായ കളിനീലിക രമ്പൻ. ആർക്ക് വേട്ടാന്ന്, ആർക്ക് വേണമെന്ന് ചോദിക്കുകയല്ലേ, ആർക്ക് വേണം. അപ്പൊ നേരെ ഇരുന്നവനെല്ലാം കുനിഞ്ഞിരിക്കും. നേരെ ഇരുന്നല്ലേ അങ്ങോട്ട് വെക്കുന്നെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഉപദേശമാരും എല്ലാം ലിസ്റ്റ് ഇട്ടിരിക്കുക. ഞാനും ഇന്ന് ഇട്ടേച്ചാ വന്നേ. ആണെന്ന് ദേഹരക്ഷയുടെ കാര്യത്തിൽ കൃത്യതയുണ്ടല്ലോ, നിഷ്ഠയുണ്ടല്ലോ, ചിട്ടയുണ്ടല്ലോ, ക്രമമുണ്ടല്ലോ. ആത്മരക്ഷയുടെ കാര്യത്തിൽ തന്നെ ക്രമമില്ലാത്ത. ദൈവം വെച്ച ഓർഡർ തെറ്റിക്കരുത്. ദൈവം വെച്ച ഓർഡർ തെറ്റിച്ചാൽ എന്റെ ഭാഷയാ ഒരു നടക്ക് പോകത്തില്ല. ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ ആദ്യത്തെ രക്ഷ ആത്മരക്ഷയാ. യേശു ക്രിസ്തുവിൽ കൂടി മാത്രം മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആട്ടെ, ഭാഗം പെടുക. ആത്മരക്ഷ. 2 പ്രാണരക്ഷ. 3 ദേഹരക്ഷ. അപ്പോൾ യാക്കോബ് രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നാ പലരുടെയും വാദം. ചിലർ പറയുന്നത് പൗലോസിനെ വെട്ടിയെന്ന. ഇത് രണ്ടും ശരിയല്ല. അതെന്ത്? 1, പൗലോസ് ലേഖനം എഴുതുന്നതിന് മുമ്പ് യാക്കോബ് ഈ കാര്യം രേഖപ്പെടുത്തി. 2, യാക്കോബ് ആത്മരക്ഷയ്ക്കും പ്രാണരക്ഷയ്ക്കും ദേഹരക്ഷയ്ക്കും പ്രാധാന്യം കൊടുത്തു. അതാ ഈ ലേഖനത്തിന്റെ വിശേഷത. യാക്കോബിനെ പറ്റിയൊക്കെ, കർത്താവിന്റെ സഹോദരൻ യാക്കോബിനെ പറ്റി പഠിക്കുന്നത് ആരംഭ സമയത്തൊന്നും യേശുവിൽ ഇവരാരും വിശ്വസിച്ചവരല്ല. നമുക്കറിയാമല്ലോ, കർത്താവ് ശുശ്രൂഷ ചെയ്ത കാലത്ത്, ജീവിച്ച കാലത്ത് ഈ സഹോദരന്മാരാരും യേശുവിനെ വിശ്വസിച്ചില്ലെന്ന ഒരു വാക്യം വായിച്ചേ ശാന്തി സിസ്റ്ററെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 4-5 തിരുവഴുത്തൊന്ന് വായിച്ചു. അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 4-5. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനാരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരുണ്ടായിരുന്നു, അർത്ഥ സഹോദരന്മാർ. ഇവരാർ? യാക്കോബ്, യോസെ, യൂദ, ശിമോൻ. 6:3. മർക്കോസ് 6:3. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. മർക്കോസ് 6:3. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നവരുടെ സഹോദരൻ. യാക്കോബ്, യോസെ, യൂദ, ശിമോൻ. ഷീന്നില്ല, കുഴപ്പമില്ല. ശിമോൻ എന്നവരുടെ സഹോദരനുമായ തച്ചനല്ലേ. അപ്പോൾ ഇത് കർത്താവിന്റെ സഹോദരന്മാരുടെ പേരുകളാ. ഈ സഹോദരന്മാരാരും യേശു ജീവിച്ചിരുന്ന കാലത്ത്, ശുശ്രൂഷ ചെയ്ത കാലത്ത് യേശു ദൈവമാണെന്നോ, യേശു സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്നോ, യേശു ക്രിസ്തു പാപപരിഹാരം വരുത്താൻ വന്നവനാണെന്നോ, യേശു അവൻ സമ്പൂർണ്ണ ദൈവമാണെന്ന് ഇവരാരും വിശ്വസിച്ചില്ല. പിന്നെ വിശ്വസിച്ചതപ്പോൾ ആന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് കൊരിന്ത്യലേഖനം 15 പറയുന്നത് പോലെ, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവൻ മരിച്ച്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അടക്കപ്പെട്ട്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഇവിടുന്ന് 3-ാം ദിവസം ഉയർത്ത് എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ട് വരികയാ. ആദ്യം മറിയയ്ക്കാ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ കൊരിന്ത്യലേഖനത്തിൽ ഒരു വിഷയം തെളിയിക്കാൻ പൗലോസ് കേബാവിന്റെ പേരങ്ങ് ആദ്യം പറഞ്ഞു. ആദ്യം കേബാവിനെന്നാ വായിച്ചേ. 4-ാം വാക്യം മുതൽ വായിച്ചേ. കേബാവിന് പ്രത്യക്ഷപ്പെട്ടു. 3 മുതൽ വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവെടുത്ത് മുതൽ വായിച്ചാട്ടെ. വായിക്കേ.
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും അപ്പൊ അവിടെ കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി. അടുത്ത വാക്യം, എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500 അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. അപ്പോൾ യാക്കോബിന് പിന്നെ പ്രത്യക്ഷനായി. യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും ഒന്നുകൂടെ വായിച്ചേ. യാക്കോബിനും അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും. അപ്പം യാക്കോബ് അപ്പോസ്തലൻ അല്ല. അപ്പോസ്തലന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തല്ലോ, 12 പേരെ. അത് ഇന്നലെ ഞാൻ പ്രസംഗിച്ചോ പറഞ്ഞു. 12 പേരെ തെരഞ്ഞെടുത്തത് എന്തിനാ? 3 കാര്യമായി എഴുതിയേക്കുന്നത്. 1 തന്നോടുകൂടെ ഇരിക്കാൻ, 2 പ്രസംഗിക്കണം, 3 ഭൂതത്തെ പുറത്താക്കണം. ഇപ്പോഴത്തെ അപ്പോസ്തലന്മാര് സിംഹഭാഗം ആൾക്കാരും കർത്താവിനോട് കൂടെ ഇരിക്കുന്നില്ല. വന്ന ഉടനെ ഭൂതത്തെ ഇറക്കുക. എല്ലാരും ഭൂതത്തെ, കർത്താവിന്റെ കൂടെ ഇരിക്കുന്നില്ലെന്ന്. കർത്താവ് വെച്ച ഓർഡർ, മുമ്പേ പറഞ്ഞ ഓർഡറാ. ആ വാക്യം ശാന്തി സിസ്റ്റർ കണ്ടെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തില. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നു. 13 അല്ലയോ തോമസ് കുട്ടിച്ച? വായിച്ചേ സിസ്റ്ററെ. 3:13 മർക്കോസ്, പെട്ടെന്ന് വായിച്ചു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും അതാ ഓർഡർ. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ഇതാ ഓർഡർ. അപ്പൊ ആദ്യത്തെ ഓർഡർ തന്നെ കർത്താവിന്റെ കൂടെ ഇരിക്കണം. ഇത് കർത്താവിന്റെ കൂടെ പലരും ഇരിക്കുന്നില്ല. എല്ലാരും പ്രസംഗിക്കുക. പോയിന്റാ, 4 പോയിന്റ്, 3 പോയിന്റ്. ഇതിന്റെ ഗ്രീക്ക്, ഹീബ്രു, അത് തെറ്റാനൊന്നുമല്ല, അങ്ങ് പ്രസംഗമാ. പ്രസംഗിക്കരുതെന്നല്ല, കർത്താവിന്റെ കൂടെ ഇരുന്നേച്ച് വേണം പ്രസംഗിക്കാൻ. കർത്താവിന്റെ കൂടെ ആദ്യം ഇരിക്കണം. ഇതിപ്പം കർത്താവിന്റെ കൂടെ ഇരിക്കുന്നില്ല. മുഴുവൻ ഗൂഗിളിനകത്ത് കയറിയിരിക്കുക, നെറ്റിനകത്ത് കയറിയിരിക്കുക, പിന്നെ അതിനകത്തിരുന്നെല്ലാം അങ്ങ് റിസർച്ചാ. കർത്താവിന്റെ കൂടെ ഇരിക്കാൻ. എന്നിട്ട് കർത്താവിനോട് നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥന, കർത്താവ് അടിയൻ കടന്നു പോകുന്നു, കൂടെ ഇരിക്കണം. കർത്താവ് ചോദിക്കുക, നീ എൻ്റെ കൂടെ എത്ര നേരം ഇരുന്നേച്ചായി പോകുന്നേ? പൊത്ത കൊടുത്തോണ്ടെ കർത്താവ് ചോദിക്കുകയല്ലേ? അയ്യോ, കർത്താവ് ചോദിക്കും, ഞാൻ നിന്റെ കൂടെ വരണമെന്ന്, കൂടിരിക്കണമെന്ന് നീ പറയുന്നുണ്ട്, നല്ല കാര്യം വരും, നീ എൻ്റെ കൂടെ ഇരുന്നോ? രാവിലെ എഴുന്നേറ്റ് വെളുപ്പിനെ എഴുന്നേറ്റ് ഇരുന്നോ? സ്വോത്ര പ്രാർത്ഥന നടത്തിയോ? നീ ജാഗരണ പ്രാർത്ഥന നടത്തിയോ? പോരാടി പ്രാർത്ഥിച്ചോ? ആത്മാവിൽ നിറഞ്ഞോ? ഏതപ്പാ ഗോതമംഗലം ആട്ടെ, ആ ഭാഗം ഇടുക. കർത്താവിന്റെ കൂടെ ഇരിക്കണം. അപ്പോൾ ഈ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ഈ സഹോദരന്മാർ യേശുവിൽ വിശ്വസിച്ചില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് വന്നപ്പോൾ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എപ്പോഴും പറയും, യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എൻ്റെ ഭാഷയാ കളി മാറി. യാക്കോബിന്റെ സഹോദരന്മാരോടെല്ലാം പറഞ്ഞു, അയ്യോ, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, അവിടുന്ന് ദൈവമാ, യേശു ക്രിസ്തു ദൈവമാ. നമ്മളൊരു ബായി കിടക്കുകയോ ഒരു പാത്രത്തിൽ കഴിക്കുകയോ ഒരു വീട്ടിൽ പാർക്കുകയോ ഒന്നിച്ച് ജോലി ചെയ്ത് നമ്മുടെ മൂത്ത സഹോദരനായിട്ട് നമ്മൾ കാണുകയോ ഇടപെടുകയോ, നമ്മുടെ ഒരമ്മയുടെ വയറ്റിൽ നിന്നാണ് നമ്മളെല്ലാം വന്നത്. അതുകൊണ്ട് നമ്മൾ ധരിച്ചത് നമ്മുടെ ഒരു സഹോദരൻ, പിന്നെ ഇച്ചിരി വിശേഷതയൊക്കെ പുള്ളിക്ക് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ച. പക്ഷെ അങ്ങനല്ല സഹോദരന്മാരെ. യോസയോടും യൂദയോടും ശിമോനോടും പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, അതെന്നാ കൊച്ചേട്ടാ? അയ്യോ, അവിടുന്ന് ദൈവമാ. എങ്ങനെ അറിയാ? ഇന്നലെ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, എനിക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ഒത്തിരി മസിൽ പിടിക്കും ഒന്നും വേണ്ട. യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ മതി.
ഒത്തിരി മസിൽ പിടിക്കണ്ട. നിന്റെ സമീപത്തുള്ളവൻ യേശു എന്ന് പ്രത്യക്ഷപ്പെടട്ടെ. നിന്റെ സഹോദരങ്ങൾക്ക് യേശു എന്ന് പ്രത്യക്ഷപ്പെടട്ടെ. നിന്റെ കുടുംബത്തിലുള്ളവർക്ക് യേശു എന്ന് പ്രത്യക്ഷപ്പെടട്ടെ. ദേശത്ത് ഞാൻ എൻ്റെ ഭാഷ പറയാ, എന്തിനാ ദൈവമക്കൾ വെപ്രാളപ്പെടുന്നത്? എന്തിനാ വെപ്രാളപ്പെടുന്നത്? ഇതിപ്പം വെപ്രാളവും പരവേഷവും കയറിയ എന്തെല്ലാം വിഡിത്തമാ വിളിച്ച് വചനത്തിന് നിരക്കാത്തതൊക്കെയാ ഇപ്പൊ പറയാന്. നമുക്ക് MLA വേണം, MP വേണം, എന്താ അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ലേ? എന്നതിനാ? നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾക്ക് പാര വരും. എന്നെ പിന്നെ ഇതിനായിട്ട് അഭിഷേകം ചെയ്ത് വിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ പരുവത്തിന് മിണ്ടരുതേ. പഴമക്കാർ പറയുമ്പോൾ ഉള്ള കഞ്ഞിയും കൂടെ പാറ്റാ വീടുവേ. മിണ്ടണ്ടേ? അതൊക്കെ ഞാൻ അതിൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്തോളാം. ദൈവത്തിന് മഹത്വം. എടാ, MLA വേണ്ട, MP വേണ്ട, മെമ്പറും വേണ്ട, ആരും വേണ്ട. പിന്നെ എന്നാ ഇഷ്ടമുണ്ടേ വിശ്വസിച്ചാൽ മതി. MLA യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. ഇപ്പോഴുള്ള MLA-മാർക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. മുഖ്യമന്ത്രിക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. പ്രധാനമന്ത്രിക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. അമിത്ഷായ്ക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. VD സതീശൻ യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. സ്വോത്രം പിണറായിക്ക് യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. എന്നാ ഒരു സങ്കടം? പിന്നെ ദൈവത്തിന് മഹത്വം. നിന്റെ അടുത്തുള്ളവൻ യേശു പ്രത്യക്ഷപ്പെട്ടാ പോരെ. ആണ്ടൊരു തള്ളയുണ്ട് ശശികല, യേശു എന്ന് കലയ്ക്ക് പ്രത്യക്ഷപ്പെട്ടാ പോരെ. ശശികല അത് മതിയെന്ന്. നമ്മളിവിടെ കിടന്ന് കണ്ണനവും ബഹളവും തർക്കവും വാദവും പിന്നെ എന്തുവാ ചോദ്യോത്തരോ എന്തെല്ലാം കൊന്തറാക്കൊള്ളിയ. എടാ, ഞാനൊരു കാര്യം പറയാ, നീയും ഞാനും മുട്ടാലിരുന്ന് പോരാടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷപ്പെടും. അല്ലാതെ നെടുക നടന്ന് വോട്ട് പിടിക്കുക, നെടുകട നടന്ന് ഉള്ള എല്ലാവരും സ്ഥാനാർത്ഥിയാക്കുമ്പോൾ യോഗത്തിനും ചിലത് വരികയില്ല, കൂട്ടായ്മയ്ക്കും വരികയില്ല. ഇവൻ പിന്നെ പോകേണ്ടിടത്താത്തും എല്ലായിടത്തും എല്ലാവരുടെയും കാര്യമല്ല, പോയേ പറ്റൂ. ജനപ്രതിനിധിയല്ലേ? അതോ IPCയുടെ ആണോ MLA MP? IPCയുടെ അല്ല, ജനപ്രതിനിധിയാ. ഒരു ദേശത്തെ MLA, ഒരു MP. അല്ലെ ഈ മുഖ്യമന്ത്രി ഇപ്പോൾ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവർ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാ. അദ്ദേഹം BJPയുടെയോ RSSന്റെയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ അല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. അപ്പൊ അവർക്ക് പല കാര്യങ്ങളുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയും, നിങ്ങൾ ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. ഒരു MLAയോ MPയോ വന്നാൽ ആ രാജ്യത്തുള്ള നാട്ടിലുള്ള പല കാര്യങ്ങൾക്ക് ഇടപെടണം. അല്ലാതെ നീ കയറി വെച്ച് പറയാം എന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല തേമ്പ് നിന്നെ. അപ്പൊ ചെയ്യേണ്ട കാര്യം വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാ, നീയും ഞാനും മുട്ടാലിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമക്കൾ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ നിലവിലുള്ള MLAയോട് MPയോടും ദൈവം ഇടപെടും. യേശു പ്രത്യക്ഷപ്പെടുകയല്ലേ? അവൻ അന്ന് പ്രത്യക്ഷപ്പെട്ടവൻ ഇപ്പോഴും പ്രത്യക്ഷപ്പെടും. ഇന്ന് രാത്രി അവിടെ നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടത്തേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ യേശു പ്രത്യക്ഷപ്പെടാൻ പ്രാർത്ഥിക്ക. സുന്ദർ സിംഗിന് മാത്രമല്ല പ്രത്യക്ഷപ്പെടുന്നത്, സാധു സുന്ദർ സിംഗിന് മാത്രമല്ല പ്രത്യക്ഷപ്പെടുന്നത്. അവൻ കിഴക്കേത്തെരുവിലുള്ള നിനക്കും പ്രത്യക്ഷപ്പെടും. അമേരിക്കയിലുള്ള ബില്ലി ഗ്രാമിനോ അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല യേശു പ്രത്യക്ഷപ്പെടുന്നത്. ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ചെങ്ങമനാടുള്ള നിനക്ക് യേശു പ്രത്യക്ഷപ്പെടും. ഇന്ന് രാത്രി അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാ. യേശു ക്രിസ്തു ഏകദൈവമാ. യേശു ക്രിസ്തു സത്യദൈവമാ. യേശു ക്രിസ്തു നിത്യദൈവമാ. യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാ. ഇന്ന് രാത്രി യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന മേദിയനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയ ദിനമോദി. മേദിയനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയ ദിനമോദി. മേദ്യനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയ ദിനമോദി. ഉയർത്തെഴുന്നേറ്റ
മറ്റൊരു വാർത്ത മത്സോദരവൃന്ദ തൊടറിയിക്കുവീ. സ്വർലോകരാജൻ 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 ആ സ്വർലോകരാജൻ 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 ആ അതിശയമേ മെരുകിൽ ഉരുവായി മഹിമയിൽ വീണ്ടവനെ സ്വർലോകരാജൻ 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 വാതിലടച്ചിരിക്കെ മധ്യത്തിലെ സുവർണ്ണ ഞാൻ നൽകി. വാതിലടച്ചിരിക്കെ മധ്യത്തിലെ സുവർണ്ണ ഞാൻ നൽകി. അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ എന്നും ഞാൻ കൂടെയുണ്ട്. അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ എന്നും ഞാൻ കൂടെയുണ്ട്. സ്വർലോകരാജൻ 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 ആ സ്വർലോകരാജൻ സ്വർലോകരാജൻ സ്വർലോകരാജൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിരാശപ്പെടേണ്ട, ചഞ്ചലിക്കരുത് കേട്ടോ. യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടാ മതി. ഈ സഹോദരന്മാരും യേശുവിൽ വിശ്വസിച്ചവരല്ല. പക്ഷേ ഉയർത്ത ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട എന്റെ ഭാഷയാ കളി മാറി. എന്തിനാ ഇങ്ങനെ മസിൽ പിടിക്കുന്നേ? പെന്തിക്കോസുകാർ ചെറുക്കൊന്ന് പരവേശമാ. ആര് ഭരിക്കുന്നു? അവര് ഭരിക്കുന്നു. എടാ നീ എന്തിനിങ്ങനെ കിടന്ന്? യേശു പ്രത്യക്ഷപ്പെട്ടാ മതി. യേശു പ്രത്യക്ഷപ്പെട്ടാ മതി. അധികാരികൾക്ക് യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടാ മതി എന്ന്. ഭരണകർത്താക്കൾക്ക് യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടാ മതി. അല്ല, ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും യേശു എന്ന് പ്രത്യക്ഷപ്പെടട്ടെ. യേശു ആരുടെയും കുത്തകയല്ലല്ലോ. യേശു മുഴുലോകത്തിന്റെ ദൈവമാ. നിന്റെ കുടുംബത്തിൽ പ്രതികൂലമായി നിൽക്കുന്നവർ കാണും. പക്ഷേ അവരെ ശപിക്കും വേണ്ട, പരാജയം വേണ്ട, എതിർക്കണ്ട, പ്രാർത്ഥിക്ക്. എന്റെ ദൈവമേ ഒന്ന് വെളിപ്പെടണേ. അയലത്തുള്ളവർ ചിലപ്പോൾ പ്രശ്നമുള്ളവരായിരിക്കും. അവരെ ശപിക്കുകയും പരാജയം മഴക്കൊണ്ടാക്കാൻ പോകണ്ട. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് പ്രത്യക്ഷപ്പെട്ട യേശുവേ അവർക്കൊന്ന് പ്രത്യക്ഷപ്പെടണം. അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവര് പിറ്റേന്ന് ഇങ്ങോട്ട് വന്ന് പറയും, ജോർജ് കുട്ടി എന്നോട് ക്ഷമിക്കണം, യേശു എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ ദൈവപ്രവർത്തിക്ക് ഇടം കൊടുക്കുന്നില്ലല്ലോ. നമുക്ക് നേരമില്ലല്ലോ. കാല് വന്ന നായെ പോലെ. ദൈവത്തിന് മഹത്വം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. ഇന്ന് ഒരു 12 മണി വരെ പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇല്ല എങ്കിലും പറഞ്ഞ സമയത്ത് നിർത്തും. ഒന്നും നോക്കണ്ട, അതൊക്കെ നിർത്താൻ പോവുക. ദൈവത്തിന് മഹത്വം. വാച്ചിങ് വന്നു തരില്ല, ഞാനങ്ങ് നിൽക്കും. ഒരു തോസുടിച്ചാൻ്റെ വാച്ചതാ തിരിച്ചു തരാം. ഒത്തിരി സൂചി ഉള്ളത് കൊണ്ട് സമയമായില്ല, കുഴപ്പമില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, യാക്കോബിന് യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോ കളി മാറി. യാക്കോബ് എന്ന് സഹോദരന്മാരോട് പറഞ്ഞു, ദൈവമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരും പിന്നെ ശുശ്രൂഷയിലായി. വിശേഷിച്ച് യൂദ. ഈ യാക്കോബ് മാത്രമാണോ? പൗലോസ് യേശുവിനെ കണ്ടു കഴിഞ്ഞ് യെരൂശലേമിൽ വന്നപ്പോൾ മെയിൻ ആൾക്കാരെ കണ്ടില്ല, യാക്കോബിനെ കണ്ടു. യാക്കോബ് ആ സഭയുടെ പ്രധാനപ്പെട്ട ആളായി. ഒരു കാലത്ത് യേശുവിനെ വിശ്വസിച്ചില്ല. പക്ഷെ യേശു വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ വലിയ സഭയുടെ മേലധ്യക്ഷനായെന്നാ ചരിത്രം. എന്താ? യേശു വെളിപ്പെട്ടാ മതി.
കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അത് ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെ യാക്കോബ് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ച രക്ഷയ്ക്ക് പ്രാധാന്യം. ഓടിച്ച് മുമ്പോട്ട് പോകാം. 5 അധ്യായമുണ്ട്, നമുക്കറിയാം. 5 അധ്യായത്തിലും പ്രധാനമായിട്ട് 5 വിഷയമാണ്. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച്, 2-ാം അധ്യായത്തിൽ ആമ പ്രവർത്തിക്ക് ഊന്നൽ കൊടുത്തുള്ള കാര്യം പറയുക, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം, 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം, 5-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പ്രത്യക്ഷത. 5 വാക്യം വായിക്കണം. 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യവും 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യവും 4-ാം അധ്യായത്തിന് മുമ്പേ കുറുവാക്യം 7-ാം വാക്യവും 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യവും 1, 12, 2, 14, 3, 5, 4, 7, 5, 9. പരീക്ഷ ഫലിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പൊ 1-ാമത്തെ അധ്യായത്തിൽ പരീക്ഷ, അത് ശരിയായി പറഞ്ഞ പരിശോധന അല്ലയോ? പരീക്ഷ, പരിശോധന. ഇനി 2-14. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? അപ്പൊ പ്രവർത്തിക്ക് ഊന്നൽ കൊടുക്കുക. ഇനി 3-5. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. വലിയ വമ്പ് പറയുന്നു. നാവ് ഒരു തീയാണെന്ന് എഴുതിയേക്കുന്നത്. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. എത്ര എണ്ണ ഇപ്പൊ കത്തിച്ചോണ്ടിരിക്കുന്നത് ഉള്ള വാട്സപ്പിനകത്തൂടെ അതിനെക്കൊണ്ടെല്ലാം കത്തിക്കുകയല്ലേ, നിന്ന് കത്തിക്കുക. സ്തോത്രം. സമയം കിട്ടുകയാണെ വരാം ആ ഭാഗത്ത്. ഇനി 4-7 നമ്മുടെ കുറുവാക്യമാ, ആത്മിക പോരാട്ടമാ. 4-7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടു. അപ്പോൾ സാത്താനോട് എതിർത്ത് നിന്ന് പോരാടി വിജയം കൈവരിക്കണം. 5-ാം അധ്യായത്തിൽ നമ്മുടെ പ്രത്യാശ പുതുക്കുക, യേശുവിന്റെ പ്രത്യക്ഷത. 5-9. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു. 5-7 ചേർത്ത് വായിച്ചോ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ. കർത്താവിന്റെ പ്രത്യക്ഷത 2 കാര്യത്തിന് യേശു വരിക. ഒന്ന് പ്രത്യക്ഷപ്പെടും, അതിനുശേഷം ഒരു ന്യായാധിപതിയുണ്ട്. ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, 5 അധ്യായത്തിൽ 5 കാര്യം പ്രധാനമായിട്ട് ഓർപ്പിച്ചു. 1-ാം അധ്യായത്തിൽ പരീക്ഷ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിവിധ പരീക്ഷകൾ നമുക്കുണ്ടാകും. പരീക്ഷകൾ തളർന്നു പോകരുത്. പരീക്ഷ വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. പരീക്ഷ കഴിയുമ്പോഴാണ് നീ ശരിയാണോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് +2-ന്റെ പരീക്ഷ ആരംഭിച്ചു, 10കാർക്കുമൊക്കെ തുടങ്ങാൻ പോവുക. പരീക്ഷ കഴിയുമ്പോൾ അറിയാം ഇവനെ 1 കൊല്ലം പഠിച്ചതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന്. എന്നാലും അറിയാം A+ ആണോ അതോ. നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് പരീക്ഷ വരണമെന്നുള്ള ആഗ്രഹമാണ്. വിശേഷിച്ച് പണ്ടൊക്കെ പറയും വലിയ പരീക്ഷ, ഓണപരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയും വലിയ പരീക്ഷ. നന്നായിട്ട് പഠിക്കുന്ന എന്നും സ്കൂളിൽ പോവുക, ടീച്ചറിനെ ശ്രദ്ധിക്കുക, പഠിക്കുന്നതെന്നുള്ള പോഷൻ പഠിക്കുക, ഹോംവർക്ക് ചെയ്യുക, അച്ചടക്കത്തോടെ ജീവിക്കുക, അറ്റൻഡൻസ് എന്നും കിട്ടുക, മറ്റു പിള്ളേരോട് വഴക്കുണ്ടാക്കാതിരിക്കുക, മാന്യമായിട്ട് പോകുക, നല്ല വസ്ത്രധാരണം, മാന്യമായ സംസാരം, പെരുമാറ്റം, രീതി, ഇടപാട് എല്ലാമായിട്ട് നന്നായിട്ട് ടീച്ചർമാരെ ബഹുമാനിച്ച് അന്നന്ന് പഠിക്കുന്ന നല്ല പിള്ളേരുണ്ട്. അവരുടെ ആഗ്രഹം എന്നാണെന്നറിയാമോ? വലിയ പരീക്ഷ വരണേ. ഇടയ്ക്കിടയ്ക്ക് നോക്കും, മാർച്ച് 8, 9, 10 വട്ടം വരച്ചിടും കലണ്ടറെ. പണ്ട് വലിയ പരീക്ഷ. അതാരാ? നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ. വേറെ ചില പിള്ളേരുണ്ട്, ക്ലാസ്സിൽ കയറുക, പറങ്ങാണ്ടി പെറുക്കുക, അതിൻ്റെ ചവിട്ടിയിരിക്കുക, ഇടവഴി കയറി നടക്കുക, പട്ടിക്കിട്ട് കല്ലെടുത്തെറിയുക, മറ്റുള്ളവൻ്റെ സൈക്കിൾ മോട്ടിച്ചുകൊണ്ട് പോയി ചവിട്ടി നടക്കുക, ടീച്ചറിനെ ഇരട്ടപ്പേര് വിളിക്കുക. അല്ല, പണ്ടത്തെ രീതിയായി പറഞ്ഞേ. കൂട്ടുകാരനെ തല്ലുക, സെറ്റ് കൂടി മറ്റവനിട്ട് ഇടിക്കുക, ക്ലാസ്സിൽ കയറാതിരിക്കുക, വല്ലവൻ്റെ പറങ്കാവിലും മാവിലും കയറി മാങ്ങ പറിച്ച് തിന്നുക. പഴയ കളയായി പറയുന്നത്. ഇപ്പോഴത്തതൊക്കെ ഇപ്പോഴത്തെ ഒന്നും പറയാനൊക്കെയല്ല. അങ്ങനെയുള്ള പിള്ളേര് വലിയ പരീക്ഷ വരുമ്പോൾ അവൻ്റെ ചിന്ത, ദൈവമേ സ്കൂളിന് ആരെല്ലാം തീ വെക്കണേ, ഹെഡ് മാസ്റ്റർ ചത്തു പോണേ, പരീക്ഷാ പേപ്പർ ഈ സ്കൂളിൽ വരുവാൻ ഒരു കാലത്തും. അതിന് അവനിതൊന്നും ചെയ്തിട്ടില്ല, അവന് വെപ്രാളമാണ്. ആത്മീകത്തിൻ്റെ വിഷയം പറഞ്ഞത്. തികഞ്ഞ ആത്മീകര് എന്നാ പറയുന്നറിയോ? പരീക്ഷ വരട്ടെ, പരിശോധന വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, ഇത് കഴിയുമ്പോൾ ഞാനൊന്നുകൂടെ തെളിഞ്ഞ് വെളിയിലിറങ്ങാൻ പോവുക. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അന്നേരം അവൻ കൊള്ളാവുന്നവനാണെന്ന് തെളിയുന്നത്. തെളിഞ്ഞവൻ വെളിയിൽ വരും. അപ്രകാരം അങ്ങനെ തെളിഞ്ഞു വന്നല്ലോ, ഒന്നും വിവരിക്കുന്നില്ല. ഈ വിവിധ പരീക്ഷകൾ വരുമ്പോൾ ദൈവമക്കൾ പതറരുത്.
പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട ഒരുവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞു, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. വായിച്ചേ 10:13 തോന്നുന്നു. വായിച്ചേ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയല്ല. നിനക്ക് വഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. നീ സഹിക്കാൻ പാടില്ലാത്ത ഒന്നും ദൈവം തരികയല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ട്, നമുക്ക് സഹിക്കാൻ പറ്റാത്തൊന്നും ദൈവം തരികയല്ല. ഇപ്പൊ തോമസ് കുട്ടി ഞാൻ കൊച്ചുമക്കളുണ്ടോ? എത്രയാ ഉണ്ട്? 3 പേര്. ഇളയ ആളിന് എന്തോ പ്രായമുണ്ട്? 1.25. അതിന്റെ മൂത്തതിനോ 6 വയസ്സ്. അപ്പൊ അത് നല്ല ഉണ്ടോ? എന്ത് ചെയ്യേ? അവിടെ ഇരിക്കട്ടെ. അപ്പൊ 6 വയസ്സുള്ള മോനോ മോളോ? 6 വയസ്സ് മോളെ. എന്തോ പേര്? ഐറിൻ. നല്ല പേരുവാ. പുള്ളിക്ക് പേരിടാനൊക്കെ അറിയാം. അപ്പോൾ ഐറിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ തോമസ് കുട്ടി പാസ്റ്റർ ഐറിന്റെ തലയിലോട്ട് 50 കിലോ ചരക്കെടുത്ത് വെക്കുകയാണെങ്കിൽ തോമസ് കുട്ടി പാസ്റ്റർ നമുക്ക് ഇന്ന് രാത്രി അഡ്മിറ്റ് ആക്കണം. സ്ഥലമൊക്കെ എനിക്കറിയാം. എൻ്റെ വണ്ടിയിലായിരിക്കും കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇനി അങ്ങനെ വെച്ചോണ്ടിരുന്നാൽ വലിയ വിപത്തുണ്ടാകും. 6 വയസ്സുള്ള ഐറിന്റെ തലയിലോട്ട് 50 കിലോയുടെ ഭാരം ഈ ബഹുമാന്യ കർത്തദാസൻ വെച്ചാൽ കൊച്ചല്ല വിഷയം, ഇദ്ദേഹമാ വിഷയം. മൂത്ത മോൻ എന്തോ പ്രായമുണ്ട്? മോനാണോ മോളാണോ? മോള്. മോനുണ്ടോ? എന്നെ വിളിച്ചായിരുന്നല്ലോ. അല്ല, തോമസ് കുട്ടിച്ചാൻ്റെ 40 വയസ്സ്. 38 വയസ്സുള്ള ചെറുക്കൻ്റെ തലയിലോട്ട് ഒരു 20 കിലോ സാധനം വെച്ചാൽ പുള്ളിയെ അഡ്മിറ്റ് ചെയ്യണ്ട. അവൻ പറയാ എനിക്ക് ഒക്കെ ഞാൻ അവനെ അഡ്മിറ്റ് ചെയ്യണം. വേണ്ടായോ? 20 കിലോ ഭാരമുള്ളൊരു സാധനം. മോൻ്റെ പേരെന്നാ? ജോർജ് തോമസ്. ഇതങ്ങോട്ട് അയ്യോ പപ്പ എന്നെ കൊണ്ടൊക്കത്തില്ലെന്ന് പറഞ്ഞാൽ പുള്ളീനെ നമുക്ക് അഡ്മിറ്റ് ചെയ്യണം. അതിന് വേറെ ചികിത്സയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്വർഗത്തിലൊരു പിതാവുണ്ട്. നമുക്ക് വഹിക്കാൻ പറ്റാത്തതൊന്നും നമ്മുടെ തലയിൽ വെക്കത്തില്ല. നിനക്ക് ചുമക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. നിനക്കും എനിക്കും വഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നമ്മൾ ഏശയ്യാപ്രവചനത്തിൽ വായിക്കുന്നല്ലോ, കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ടും ജീരകം, അതിന്റെ മേൽ എന്തുവാ ചക്രോ ഉരുട്ടുകയല്ല. ജീരകത്തിന്മേൽ ചക്രവും കരിഞ്ജീരകത്തിന്മേൽ മെതിവണ്ടി ഒന്നും. ആ വാക്യം ഒന്ന് വായിച്ച 28-ാം അധ്യായത്തിലല്ലയോ? 28 ഡേവിഡ് പാസ്റ്ററെ 28 റെഫറൻസ് എത്രയാ? നിലം നിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ജീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും കോതമ്പ് ഉഴവ് പൊളിയിലും യവം അതിനുള്ള സ്ഥലം. അല്ല, വണ്ടി കയറ്റുന്ന വിഷയമായിരിക്കും. വണ്ടി കയറ്റുന്നത് വായിക്കും. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കത്തില്ല. പിന്നെ ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നു. ജീരകത്തിന്റെ മണ്ടയിൽ വണ്ടിയുടെ ചക്രം കയറ്റി ഉരുട്ടത്തില്. പിന്നെ എന്തുവാ ജീരകത്തിനും കരിഞ്ജീരകത്തിനും ചെയ്യുന്നത്? അടുത്തത് കരിഞ്ജീരകം വടി കൊണ്ടും. കരിഞ്ജീരകത്തെ ചെറിയ വടി കൊണ്ട് അടിക്കത്തേ ഉള്ളൂ, അത് പൊഴിഞ്ഞിഞ്ഞ് പോരുമെന്ന്. അടുത്തത് ജീരകം കോൽ കൊണ്ട്. അതുകൊണ്ട് തന്റെ ജനത്തെ മെതിവണ്ടി ദൈവം കയറ്റത്തില്ല. അവൻ നിന്റെ മണ്ടയിൽ ദൈവം മെതിവണ്ടി കയറ്റത്തില്ല. അവൻ ചക്രം കയറ്റി നിന്നെ നശിപ്പിക്കത്തില്ല. പിന്നെയോ അവൻ വചനമെന്ന കോലുകൊണ്ട് അവൻ ചിലതായിട്ട് ഒരു അടിയൊക്കെ തരും. എന്തിനാ? അവൻ നീ പൊന്നുപോലെ പുറത്തിറങ്ങാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതല്, നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് അനർത്ഥം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിന്റെ മണ്ടയ്ക്ക്, ജീരകത്തിന്റെ മണ്ടയ്ക്ക് അവൻ ദൈവം ചക്രം കയറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. മെതിവണ്ടി കേറ്റത്തില്ല. ഇന്ന് രാത്രി അവൻ പോരാട്ടങ്ങളിൽ കൂടി പോകുന്ന ദൈവത്തിന്റെ പൈതല്, ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. ശോധനകൾ കടന്നു വരുമ്പോൾ, പ്രതികൂലം കടന്നു വരുമ്പോൾ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. ദൈവം നിന്നെ കൊള്ളുകയെന്ന് പറഞ്ഞ് കളയത്തില്ല. ഇന്ന് രാത്രിയിൽ ഈ രാത്രി മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല.
ഇന്ന് രാത്രി വിടുതലോടെ വേണം തിരിച്ചു പോകാൻ. വിടുതലോടെ, മനോഭാരത്തോടെ, ദുഃഖത്തോടെ, വേദനയോടെ കടന്നു വന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രി യേശു പരിഹാരം തരും. നിന്റെ വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി യേശു വിടുതൽ തരുന്ന രാത്രിയാ. അനുഭവിച്ചു സ്വോത്രം ചെയ്ത് വിടുതലെടുത്ത് വേണം ഇന്ന് രാത്രി തിരിച്ചു പോകാൻ. ഓ വിടുതലേറ്റെടുക്ക്, വിടുതലേറ്റെടുക്ക്. ഇന്ന് രാത്രി നിന്റെ മണ്ടയ്ക്ക് മെതിവണ്ടി കയറ്റത്തില്ല, നിന്റെ മണ്ടയ്ക്ക് ദൈവം ചക്രം കയറ്റത്തില്ല. ഇന്ന് രാത്രി വചനമെന്ന ഗോല് കൊണ്ട് ചെറുതായിട്ടൊന്ന് അടിക്കും. എന്തിനല്ല പൊഴിഞ്ഞ് പൊഴിഞ്ഞ് അത് യജമാനന് ലാഭമാക്കാൻ. ഇന്ന് രാത്രി നിന്നെ ആദരിക്കുന്ന, അനുഗ്രഹിക്കുന്ന, രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ ദൈവമക്കൾ വിടുതലെടുത്താട്ട് ഈ സഭയ്ക്ക് വിടുതലാകട്ടെ, ഈ ദേശത്തിന് വിടുതലാകട്ടെ, ഈ കുടുംബങ്ങൾക്ക് വിടുതലാകട്ടെ. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന് വിടുതലാകട്ടെ, ശുശ്രൂഷകൾക്ക് വിടുതലാകട്ടെ. രോഗശാന്തി, രോഗശാന്തി ഉണ്ടാകട്ടെ. രോഗബന്ധനം ഇന്ന് രാത്രി അടികട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടികട്ടെ. നിന്റെ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, രക്തത്തിനകത്ത്, ഞരമ്പിനകത്തൊക്കെ കുടുങ്ങിയിരിക്കുന്ന രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിക്കുന്ന രാത്രിയാണ് വിടുതൽ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി സാത്താന്റെ കെട്ടുകൾ അടിക്കട്ടെ. ആ സാത്താന്റെ കെട്ടുകളിൽ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. ഓ എല്ലാ പോരുകൾ, ദേശത്തിന്റെ അധിപതികൾ വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുത്. ഇന്ന് രാത്രി ദേശത്തെ തടുക്കുന്ന, ആത്മാക്കളെ തടയുന്ന, കുടുംബങ്ങളെ തടയുന്ന ദുഷ്ട ശക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഓ ഈ രാത്രി വിടുതലിന്റെ രാത്രിയാകട്ടെ. ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. ചില വ്യക്തികൾ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. തലമുറയ്ക്ക് ഇന്ന് രാത്രി വിടുതലാകട്ടെ. ദൈവശക്തിയിൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവകൃപ, ദൈവകൃപ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പടരാൻ നിനക്ക് സൗഖ്യം വന്നു വിധിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഓ ചില പ്രശ്നങ്ങളുടെ മേൽ ദൈവാത്മാവ് വിടുതലയക്കട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ആത്മശക്തിയാൽ ആത്മമണ്ഡലത്തിൽ ദൈവം ചില വിടുതലുകൾ അയക്കുക. ചില രോഗപീഠകൾ ഇന്ന് രാത്രി അടിക്കുക. ക്യാൻസറിന്റെ ശക്തികൾ, ബ്രെയിൻ ട്യൂമറിന്റെ വ്യാപാരങ്ങൾ, ഉദര സംബന്ധമായി എല്ലാം മാറാ രോഗത്തിന് ഇന്ന് രാത്രി സൗഖ്യം. ഡോക്ടർമാര് ചിലപ്പോ ഉപേക്ഷിച്ച വിഷയമായിരിക്കാം. അവൻ ഫോർത്ത് സ്റ്റേജ് ആയി കാണും. അവന് ചികിത്സിച്ച ഭേദമില്ലെന്ന് പറഞ്ഞു കാണും. പക്ഷെ ഇന്ന് രാത്രിയിൽ യേശു നിന്നെ സൗഖ്യമാക്കും. ഈ രാത്രി യേശു നിന്നെ വിടുവിക്കും. ഇന്ന് രാത്രി ദൈവിക വിടുതൽ. ദൈവത്തിന്റെ മകത്ത് ജനത്തെ അനുഗ്രഹിക്കുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു, ചുറ്റുപാടുകളെ അനുഗ്രഹിക്കുക. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആമേ. ഇന്ന് പ്രസംഗം അധികം കേട്ടില്ലെങ്കിലും ശരീരത്തിലൊരു വിടുതൽ അനുഭവിക്കണം. ഇന്ന് മെസ്സേജ് അധികം കേട്ടില്ലെങ്കിൽ ശരീരത്തിലൊരു വിടുതൽ ഉണ്ടാകണം. ഇന്ന് വന്നതുപോലെ തിരിച്ചു പോകരുത്. ദൈവാത്മാവ് ഇന്ന് രാത്രി കാണുക. ചില ബന്ധനങ്ങളെ ദൈവം അടിക്കുക. ചില കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുക. നീ എന്റെ ബന്ധനങ്ങളെ അടിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു.
അടാ ദല ദല ധര ധിര. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രോഗക്കെടുതികൾ ഇന്ന് രാത്രി മാറട്ടെ. എല്ലാ പോരുകൾ ഇന്ന് രാത്രി അടിയട്ടെ. ദൂഷ്ട വ്യാപാരം ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. കൃപ 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 കൃപ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഒരു അറ്റം മുതൽ ഒരു അറ്റം വരെ ദൈവാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി വിടുതലിന്റെ വ്യാപാര ശക്തി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ 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 ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലിന്റെ വ്യാപാരം അടിയതല്ല പോരുകൾ. ഇന്ന് രാത്രി തന്നെ കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, തലമുറയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന ദൂഷ്ട വ്യാപാരങ്ങൾ അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കേട്ടുകൾ ഇന്ന് രാത്രി പോട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ, വിടുതലിന്റെ വ്യാപാര ശക്തിയായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ. ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെ. നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ, ദൈവ സഭയ്ക്കെതിരെ, ആത്മിക ശുശ്രൂഷക്കെതിരെ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ താല്പര്യമുള്ള എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുക. ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കട്ടെ. നിയോഗമുള്ളവർ, നടത്തിപ്പുള്ളവർ ഇന്ന് രാത്രി വിടുതലോടെ തിരിച്ചു പോകണം. ദൈവ ശക്തികൾ നിറയാ കെട്ട് പൊട്ടട്ടെ. ഇന്ന് രാത്രി എല്ലാ കെട്ടുകൾ പൊട്ടട്ടെ. രോഗപീഠകൾ ഇന്ന് രാത്രി അടിയട്ടെ. വിടുതൽ 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 വിടുതൽ. ഈ രാത്രി സകല പോരുകളെ അടിക്കുന്ന രാത്രിയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് ഇന്ന് രാത്രി വിടുതലിന്റെ വ്യാപാര ശക്തി. യേശു ഏകരക്ഷകൻ, യേശു മാത്രം രക്ഷകൻ. ഇന്ന് രാത്രി മറ്റൊരുത്തൻ രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രി, ഈ രാത്രി വിജയത്തിന്റെ രാത്രി, ഇന്ന് രാത്രി ജയത്തിന്റെ രാത്രി, ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രി, ഈ രാത്രി നീക്കുപോക്കിന്റെ രാത്രി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ വ്യാപാരം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വിടുതൽ, ദൈവിക രോഗശാന്തി വ്യാപരിക്കട്ടെ. എല്ലാ പോരുകൾ അടിയട്ടെ, എല്ലാ പോരുകൾ അടിയട്ടെ. ദൂത ശക്തികൾ അടിയട്ടെ. അന്തൽക്കട്ട ധീരജാല യേശുവിന്റെ നാമത്തിൽ വിടുതലിന്റെ വ്യാപാര ശക്തി. നിന്റെ ദാസന്മാർക്ക്, നിന്റെ ജനത്തിനാണ്, നിന്റെ ദാസന്മാർക്ക് വിടുതൽ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. ദൈവശക്തി ദൈവകൃപ, ദൈവകൃപ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൃപ, ദൈവകൃപ, 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 ദൈവകൃപ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം.